വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലയേർഡ് ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. പുഡിംഗ് ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യാം. എല്ലാ സൈഡും നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കാം. 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് കോൺഫ്ലോർ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് മിശ്രിതം ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിക്കായി കിട്ടും. നന്നായിട്ട് ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാർലേജി ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 200 ഗ്രാം. 1 കപ്പ് തിളപ്പിച്ചാറിയ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേയിലേക്ക് ബിസ്ക്കറ്റ് പാലിൽ മുക്കി ഓരോന്ന് നമുക്ക് ലെയർ ചെയ്ത് വെക്കാം. ഏത് ബിസ്ക്കറ്റും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇങ്ങനെ എല്ലാം ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചൂടോടുകൂടി തന്നെ ചോക്ലേറ്റ് മിശ്രിതം ചേർക്കാം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും നന്നായി ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് 1 ലെയറും കൂടെ ബിസ്ക്കറ്റ് പാലിൽ മുക്കിയത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം എല്ലാം ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ചോക്ലേറ്റ് മിശ്രിതം ചേർക്കാം. നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എല്ലാ സൈഡിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കതൊന്ന് ലെവൽ ചെയ്യാം. ഇപ്പം എല്ലാ സൈഡും നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കാം. എല്ലാ സൈഡിലേക്കും പൊടിച്ച ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇടാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ചോക്ലേറ്റും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ പുഡിങ്ങിന്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 4 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ ലെയേർഡ് ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. 5 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ഇല്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം ബിസ്ക്കറ്റൊക്കെ നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.